നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലർക്കും സംശയമാണ്, പേടിയാണ്. അതായത് ലെഫ്റ്റ് സൈഡ് തട്ടും എന്നുള്ള പേടി. കൃത്യമായിട്ട് എങ്ങനെ ലെഫ്റ്റ് സൈഡ് തട്ടാതെ, പേടി കൂടാതെ എങ്ങനെ കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം എന്നാണ് ഞാൻ ഓടിച്ചു തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ഒരു വാഹനം ഓടിക്കുമ്പോൾ തട്ടു എന്നുള്ള പേടിയാണ്, അങ്ങനെയുള്ളതാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ യൂട്യൂബ് വഴിയാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയാണ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഒന്ന് ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ എടുക്കുക. എന്താണ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും പേടിയാണ്, ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണ്, എവിടെയാണ് കൃത്യമായിട്ട് നോക്കട്ടെ, എവിടെ നോക്കിയാൽ കൃത്യമായിട്ട് ഒരു വാഹനത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുക, തട്ടാതെ എങ്ങനെയാണ്, ആളിനെ തട്ടാതെ വാഹനത്തെ തട്ടാതെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഓടിക്കുക എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അങ്ങനെ തുടക്കക്കാരൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് റോഡ് ചെറുതും വാഹനം വലുതുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഒരു സെൻട്രൽ ഭാഗം പറയുന്നത്. അപ്പൊ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം ഒരു വാഹനത്തിന്റെ ഡാഷ്ബോർഡിന് വ്യത്യാസമുണ്ട്. കാരണം ഒരു വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്റെ പൊക്കമല്ല വേറൊരു വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്. ചിലത് പൊക്കം കൂടുതൽ കാണും, കുറവ് കാണും. അപ്പൊ ഈ വ്യൂ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറാം. അപ്പൊ എനിക്ക് ഒരളവ് കൃത്യമായിട്ട് ഇന്നടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ചെയ്യേണ്ടത് അപ്പൊ റോഡിൽ കൂടെ ഓടിച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലാത്ത ഒരു പ്ലെയിനായ സ്ഥലത്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇങ്ങോട്ട് മാറ്റിയിട്ട് ഏത് ഭാഗത്ത് വരുമ്പോഴാണ്, അതായത് നിങ്ങൾ ഒരു കമ്പോ എന്തെങ്കിലും നമ്മൾ പ്ലെയിനായിട്ടുള്ള സ്ഥലത്ത് നാട്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒരു അടയാളം വല്ല വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നേരെ കൊണ്ടുപോയി നോക്കണം. കാരണം ചെറുതായിട്ട് കമ്പ് നാട്ടാവും. കാരണം വണ്ടിയാണ്, തട്ടി കഴിയുമ്പോൾ വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മുട്ടാതെ ഇപ്പൊ ഏതില്ല, അപ്പൊ അധികം നിങ്ങൾ ഉറപ്പിക്കാതെ എന്ത് ചെയ്യണം, ഇവിടെ എന്തെങ്കിലും ഒരു അടയാളം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നേരെ കൊണ്ട് നോക്കണം. അപ്പൊ ഈ ഒരു അടയാളം വെച്ചതിന് ശേഷം എന്ത് ചെയ്യരുത്, ഈ അടയാളത്തിന് ശേഷം ഈ അടയാളത്തിന് ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഈ കമ്പി കയറരുത്, അല്ല കമ്പ് നിങ്ങൾ നാട്ടുന്നത് കയറരുത്. അപ്പൊ നിങ്ങൾ ഒരുപാട് അകത്തിക്കൊണ്ട് പോകരുത്. അപ്പൊ വണ്ടി അകന്ന് പോകുന്ന അർത്ഥം ഈ ഒരു രീതിയിൽ, അതായത് ഇപ്പൊ ഈ ഒരു അടവിൽ നിങ്ങൾ വെച്ചിട്ട് ഇവിടെ ഒരു കമ്പി ഈ ഒരു ലെവലിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിർത്തി നോക്കണം. അതിന്റെ നേരെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞിട്ട് അപ്പൊ കറക്റ്റ് ആണോ, തട്ടാതെ പോകുന്നുണ്ടോ, അപ്പൊ ഏത് ഭാഗത്ത് നോക്കിയാൽ കൃത്യമായിട്ട് എവിടെയാണ് കൃത്യമായിട്ട് അളവ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇപ്പൊ ഞാനിപ്പോ ഈ ഓടിച്ചോണ്ട് കൃത്യമായിട്ട് ഈ ഒരു അളവ് വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് എടുത്ത് വെക്കുമ്പോൾ കൃത്യമായിട്ട് അതിന് ലൈൻ ആയിരിക്കും. പക്ഷേ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് അത് നിങ്ങൾ കാണുന്നുണ്ട് വൈഡായിട്ട് പോകുന്നതൊക്കെ തോന്നും. അപ്പൊ ഒരു മൊബൈലിനകത്ത് നമ്മളൊരു വീഡിയോ കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് അതിനകത്ത് കൂടെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഞാനൊരു അടയാളം വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചോണ്ട് അടയാളം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു വണ്ടി എടുത്ത് കാണിക്കാം. ഞാൻ ഫസ്റ്റ് എടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി ഒരാള് ഇത് കണ്ടല്ലോ, ഇതിന്റെ അകത്താണ്. ഇപ്പൊ ഞാൻ ഈ ഒരു അടയാളം വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ അകത്താണ് ആള് നിൽക്കുന്നത്. എന്ത് ചെയ്യണം, നമ്മുടെ ആളിനെ, ഇവിടെ നിൽക്കുന്ന ആളിനെ ഇവിടെ ആക്കണം. അപ്പൊ അതിനുവേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ വാഹനത്തെ ആദ്യം വാഹനം ബാക്കിലുണ്ടോ നോക്കി, വണ്ടി ഇല്ലെന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്തു, ഞാൻ വണ്ടി പതുക്കെ ബ്രേക്ക് മാറ്റി എടുക്കുകയാണ്. ഇതാണ് ഇപ്പുറത്തേക്ക് മാറ്റി കൊടുത്തു. ഇപ്പുറത്തേക്ക് മാറ്റി കൊടുത്തപ്പോ കണ്ടില്ലേ, കറക്റ്റായിട്ട് ആള് വെളിയിലാണ്. കണ്ടാ, വെളിയിലാണ്. കണ്ടാ, ഇപ്പൊ ആളിനെ തട്ടത്തില്ല. അത് നോക്കിയേ, കറക്റ്റായിട്ട് നമുക്ക് ആളിനെ മുട്ടാതെ തന്നെ കൃത്യമായിട്ട് പോകാൻ പറ്റും. അപ്പൊ ഈ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെച്ച് നോക്കുക. ഞാനിപ്പോ ഓടിച്ച് തന്നെ കാണിച്ചു തരാം. ഇത് കണ്ടാ, അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആ ലൈൻ കാണാം എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പൊ ഞാൻ അവിടെ ഒരു വാഹനങ്ങൾ കിടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡില്. അപ്പൊ ഞാൻ ഈ ഒരു അളവ് വെച്ച് തന്നെ കൊണ്ടുപോവാണ്. കണ്ടാ, ഈ ഒരു അളവ് വെച്ച് തന്നെ കൊണ്ടുപോവാണ്. ഇത് കണ്ട, വാഹനം പുറത്താണ്. കണ്ടാ, അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വണ്ടിയെ മുട്ടുകയില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് സ്റ്റിയർ ചെയ്തിരിക്കുന്നില്ല. കണ്ടാ, കറക്റ്റ് ആയിട്ട് നമുക്ക് മുട്ടാതെ തന്നെ കറക്റ്റ് ആയിട്ട് പോകും. കണ്ടാ, അപ്പൊ എന്നിട്ട് നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ വേണ്ടി റോഡിലോട്ട് സ്വല്പം കയറി കിടക്കണം. ആ റോഡ് എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. കണ്ടാ, അപ്പൊ ആ വരയ്ക്ക് ഇപ്പുറത്ത് നിങ്ങൾ വരരുത്. ഇപ്പൊ ഈ ഒരു ലെവലിൽ ഞാൻ ആ വര വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് പോകുമ്പോൾ ആ മിററിനകത്ത് നോക്കിയാൽ നമുക്കറിയാം കറക്റ്റ് ആയിട്ട്. കണ്ടാ, കൃത്യമായിട്ട് നമുക്ക് ആ ലൈന് കറക്റ്റ് ആണ്. കണ്ടാ, കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ആ വരയ്ക്ക് ഒരു കാരണവശാലും വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. കറക്റ്റ് നമുക്ക് ലൈനിൽ തന്നെ നിൽക്കുക. കണ്ടാ, നമ്മൾ ആ റോഡിലുള്ള വര കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ലെവലിലാണ് ഞാൻ എന്ത് ചെയ്ത് കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, നമുക്ക് ആ വര കറക്റ്റ് ലൈനിൽ തന്നെ നിർത്താൻ പറ്റും. അപ്പൊ ഈ വരയ്ക്ക് ഉള്ളിലേക്ക് എന്ത് ചെയ്യരുത്, അപ്പം ഈ വര എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നമ്മുടെ ഇതിന് ഉള്ളിൽ വരരുത്. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ വീല് പുറത്താണെന്നും ഈ വരയുടെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടും എന്നുള്ള അർത്ഥം. ഇപ്പൊ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഈ ഞാൻ എന്റെ കൈ വെച്ചതിന്റെ ഉള്ളിലാണ് എന്ത്, ആ ഒരു വാഹനം അവിടെ ഫ്രണ്ട് കിടക്കുന്നത്. അതായത് ആ വരയ്ക്കുള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ വാഹനത്തെ നമ്മൾ പുറത്താക്കി വെക്കണം. പുറത്താക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് മാറ്റി കൊടുത്തു. കണ്ടാ, ഇങ്ങോട്ട് മാറ്റി കൊടുത്ത് അത് പുറത്താക്കി. എന്നിട്ട് ആ ഒരു ലെവലിൽ തന്നെ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ കണ്ടാ, വണ്ടിയെ തട്ടാതെ തന്നെ കൃത്യമായിട്ട് പോകാം. കണ്ടാ, എന്നിട്ട് അപ്പൊ അത്രയും അവിടെ ചെല്ലുമ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ട് അവിടെ. എന്ത് ചെയ്തു, നമ്മൾ അത്രയും ഫില്ല് അങ്ങ് ചെയ്തു. കണ്ടാ, ആ വരയിലോട്ട് ചേർത്ത് കൊടുത്തു. അന്നേരം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരത്തുള്ളൂ. കണ്ടാ, കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി. അതുപോലെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, ഒറ്റയ്ക്ക് വാഹനം ഓടിക്കണം അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ
നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാം. ഇതൊരു 1 to 10 ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 തവണ പ്രാക്ടീസിന് പോയതല്ലേ, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 70 വയസ്സുള്ള അമ്മച്ചിമാരും 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്. ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ ഇതുപോലെ റോഡിൽ ഇറങ്ങി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ നിങ്ങൾ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ പ്ലെയിനായ സ്ഥലങ്ങളിൽ, അതുപോലെ നിങ്ങൾ ആളൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ആളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം തോന്നുന്നത്. ഈ ആൾ ഇങ്ങോട്ട് കയറുമോ, അല്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി ഇങ്ങോട്ട് പെട്ടെന്ന് കയറുമോ, പേടിയൊക്കെ തോന്നി നിങ്ങൾ തട്ടു എന്നുള്ള പേടി. അപ്പം നിങ്ങൾ നോക്കുന്ന കൂടുതൽ എവിടെയാ, ആ മൂലയ്ക്കോട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ആ തട്ടും അല്ലെങ്കിൽ ഈ ഇപ്പൊ കണ്ടില്ലേ, ഈ ലൈനിന്റെ പുറത്താണ് പോസ്റ്റ് ഒക്കെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്തു, ഈ ആ പോസ്റ്റ് തട്ടും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് തട്ടായിരിക്കും ഇങ്ങനെ മാറ്റി കൊണ്ടുപോകണ്ട. ഇത്രയും മാറ്റി കൊണ്ടുപോകുമ്പോൾ വണ്ടി എന്തോരം അകന്നു പോകുന്നു നോക്കിയാൽ, റോഡിലൂടെ നോക്കിയാൽ കണ്ടോ അത്രയും അകന്നാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. കാരണം നമ്മൾ അവരുടെ നേരെയാണ് പോകുമ്പോൾ നമുക്ക് പേടി തോന്നും. ഇതുപോലെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, പേടി തോന്നും. അപ്പൊ നമ്മളിപ്പോ അവിടുത്തെ 2 വണ്ടി വരുന്നത് അതിന്റെ ഇടയിലൂടെ നോക്കണം കൃത്യമായിട്ട് പോകുന്നുള്ളത്. അല്ലാതെ നമ്മൾ ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നും, നമ്മളെ തട്ടാൻ വരുന്നത് പോലെ തോന്നും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലെ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി കൃത്യമായിട്ട് ചെയ്യുക. കാരണം നമ്മൾ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അളവ് വെച്ച് നമ്മൾ ആദ്യമേ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വണ്ടിയെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം, വണ്ടി കുറെ ലെവൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഒരു അളവ് പറഞ്ഞു തരാൻ കഴിയില്ല ഇന്നടത്ത് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ പലരും പറയാം സെന്റർ ആണ്. അപ്പം ഈ സെന്റർ എന്ന് പറയുന്ന ആൾക്ക് പോലും കറക്റ്റായിട്ട് സെന്റർ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോ ഈ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ബോണറ്റിന്റെ പൊക്കങ്ങൾ വരുന്ന അനുസരിച്ച് എന്ത് ചെയ്തു, നമ്മുടെ ഈ വ്യൂ എങ്ങോട്ട് മാറും, എന്നിട്ട് ഇങ്ങോട്ട് മാറും. ഇപ്പൊ പൊക്കം കുറയുന്നതനുസരിച്ച് അങ്ങോട്ട് മാറും, അങ്ങോട്ട് മാറും. അപ്പൊ ഇപ്പൊ ഈ ബോണറ്റിന്റെ ഒരേ ലെവൽ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു വണ്ടിയിലും സെന്ററായിട്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ആളിന്റെ നീളം, അപ്പൊ എല്ലാവർക്കും ഒരേ നീളമല്ല നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ. ചിലർക്ക് പൊക്കം കൂടുതൽ കാണും, ചിലർക്ക് പൊക്കം കുറവ് കാണും. അപ്പൊ ഈ പൊക്കം കൂടിയ ആള് നോക്കുമ്പോൾ വ്യൂ അങ്ങോട്ട് മാറും, അങ്ങോട്ട് മാറും. അതേസമയത്ത് പൊക്കം കുറഞ്ഞ ഒരാൾ ആ സീറ്റിൽ ഇരിക്കുന്നെങ്കിലോ താണിരിക്കുവാണ് ഇങ്ങോട്ടേ മാറുകയുള്ളൂ. അപ്പം ഒരാളിന്റെ നീളത്തിനും വ്യത്യാസം വരാം, അതേപോലെ തന്നെ നോട്ടത്തിനും വ്യത്യാസം വരാം, അതുപോലെ തന്നെ ഡാഷ്ബോർഡിന്റെ വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സെന്റർ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു വണ്ടിക്ക് ഒബ്ജക്റ്റ് ചെയ്ത് കണ്ട കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ആണെന്ന് മനസ്സിലാക്കി നമുക്ക് ഓടിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് പോകുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വണ്ടി കടക്കുമ്പോൾ ഒരു കാരണവശാലും ചെയ്യരുത്, നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഓടുകരുത്. നമ്മുടെ റോഡ് എങ്ങോട്ടാ പോണേ അങ്ങോട്ട് നോക്കിക്കൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം എന്ത് ചെയ്യാം, നിങ്ങൾ മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ നോക്കിയല്ല നിങ്ങൾ ഓടിക്കേണ്ടത്, നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡ് ഭാഗം. കാരണം നമ്മുടെ റോഡ് കൂടുതൽ വീതി ഉള്ളത് ഏത് ഭാഗത്താണ്, റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണ് വീതി കുറവുള്ളത്. അപ്പൊ നമ്മുടെ തട്ടാൻ ചാൻസ് കൂടുതൽ ഏത് ഭാഗമാണ്, ലെഫ്റ്റ് സൈഡാണ്. കാരണം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ റോഡിന്റെ ലൈസൻസ് തന്നിരിക്കുന്ന വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു വണ്ടിയെ തട്ടാതെ ആളിനെ തട്ടാതെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ. നമ്മൾ വലത്തോട്ടുള്ള റോഡിലോട്ട് നമ്മൾ തിരിയുന്ന സമയത്തായാലും ഇടത്തോട്ടുള്ള തിരിയുമ്പോഴ സമയത്തായാലും തട്ടാൻ നമ്മുടെ വണ്ടിയുടെ ഒരു ഭാഗം തട്ടാൻ ചാൻസ് കൂടുതൽ ഏത് ഭാഗമാണ്, ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഉള്ളത് അവിടെ നിന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനെ മാറ്റി കൊടുത്ത് അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇത് കണ്ടില്ല, ഈ ഒരു ഭാഗം നമ്മുടെ വണ്ടിയുടെ റോഡിലൂടെ ഏത് ഭാഗത്തൂടാണ് പോകുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പലരും എന്ത് ചെയ്യും, വലത്തോട്ടുള്ള വളവിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തേക്ക് നോക്കും ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പം നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഏത് വണ്ടിയാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത്. നമ്മളൊരു വണ്ടി നമ്മൾ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം കാണണമെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വണ്ടിയാണോ അതോ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയാണോ? ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം കാണുന്നത്. അപ്പൊ നമ്മൾ അതേക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എങ്ങോട്ടാണ് വണ്ടി കൊണ്ടുപോകേണ്ടത്, നമ്മുടെ വണ്ടിയുടെ എങ്ങോട്ടാണ് തിരിയേണ്ടത് നമുക്ക് പേടി തോന്നും ആ വണ്ടി നോക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ഭാഗം എവിടെയാ, നമ്മളൊരു വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം കാണുന്നെങ്കിൽ നമ്മുടെ സൈഡ് എവിടെയാ, ഇങ്ങേ സൈഡാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടവളാണ് ഇങ്ങേ ഭാഗത്താണ്. അതേപോലെ തന്നെ നമ്മളൊരു വണ്ടി ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഈ സൈഡിലേക്ക് നോക്കരുത്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചു കളയും. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് ചേർന്ന് പോകുന്ന ഒരു വണ്ടിയായിരിക്കും. അപ്പൊ നമ്മളെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന പോകുന്ന വണ്ടിയുടെ സൈഡ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്ത് ചെയ്യും, നമ്മളെ ഒരഞ്ഞു പോകുന്ന പോലെ തോന്നും.
പലർക്കും ഈ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന പോകേണ്ട വണ്ടിയുടെ സൈഡ് ഭാഗം നമ്മൾ നോക്കണം. നമ്മുടെ ഒരേന്നൂര് തോന്നും. നമ്മുടെ വാഹനത്തിന്റെ മിറർ ഇരിക്കുന്ന എവിടെയാ? ബോഡിയുടെ അപ്പുറത്താണ്, റൈറ്റ് സൈഡിലെ. അപ്പൊ മിററിനും അപ്പുറത്തൂടെ അവര് കറക്റ്റായിട്ട് ഒബ്ജക്ട് ചെയ്ത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണ് അവർ കയറി പോയത്. നമ്മളെ മിററെ തട്ടിയിട്ടല്ല ആ വണ്ടി പോയത്, ആണോ? അല്ല. അപ്പൊ നമ്മുടെ മിററിന്റെ അപ്പുറത്തൂടാണ് ആ വണ്ടി പോയത്. അപ്പുറത്തൂടെ അവര് അത്രയും ഗ്യാപ്പ് എടുത്തുകൊണ്ട് പോയ വണ്ടിയാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഒരിക്കലും എന്ത് ചെയ്തില്ല, തട്ടത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടിയുടെ സൈഡ് നോക്കരുത്. അതേപോലെ തന്നെ ഒരു വാഹനത്തിന്റെ നമ്മുടെ ബാക്ക് ഭാഗം കാണുന്നെങ്കിൽ അത് ഏത് ഭാഗത്തൂടെ പോകുന്ന വണ്ടിയാ? അത് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് അഥവാ ആ വണ്ടിയെ ഓവർടേക്ക് ആണെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്? ഈ ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്കാണോ? അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. അപ്പം ഒരു വണ്ടി ഫ്രണ്ടിൽ സ്ലോ ആയി, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വണ്ടി, അപ്പൊ ആ വണ്ടി അവിടെ സ്ലോ ആയി, നമുക്ക് ഓവർടേക്ക് കയറി പോകണമെങ്കിൽ നമ്മൾ പിന്നെ എവിടെ നോക്കണം? നമ്മൾ ആ വണ്ടിയുടെ അപ്പുറത്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് കൃത്യമായിട്ട് പോകാൻ കഴിയുന്നുള്ളൂ. അത് നമ്മൾ അതിന്റെ ബാക്കിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ ചെയ്യും, നമ്മൾ അതിന്റെ ബാക്കി കൊണ്ട് ചവിട്ടി കളയും. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർടേക്ക് ചെയ്ത് കൃത്യമായിട്ട് പോകാനോ നമുക്ക് ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരു വാഹനം ഓവർടേക്ക് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതും കാണിച്ചതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ ഞാൻ നിങ്ങളുടെ കമന്റുകളെല്ലാം കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അത് എനിക്ക് സമയം പോലെ തന്നെ ഞാനത് വീഡിയോ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമന്റിലായിട്ട് ചോദിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ആ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.